ഡൽഹിയുടെ വികസനത്തിനും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടി ബി.ജെ.പി. ഇന്ന് സഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് കണ്ട് കണ്ണ് തള്ളി ആം ആദ്മി പാർട്ടി. ഇത്രയും വർഷം ഭരണം നടത്തിയിട്ട് അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ട് സാധിക്കാത്ത ചരിത്രപരമായ ബഡ്ജറ്റാണ് രേഖ ഗുപ്ത ഇന്ന് സഭയിൽ അവതരിപ്പിച്ചത്. ഇതോടുകൂടെ ആം ആദ്മിയുടെ ചീട്ട് കീറി എന്ന് നിഷ്പ്രയാസം തന്നെ പറയാൻ സാധിക്കും. ഡൽഹിയെ കട്ടുമുടിപ്പിച്ചവർക്കുള്ള തക്കതായ മറുപടിയാണ് ഇന്നത്തോടെ ബി.ജെ.പി. നൽകിയിരിക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നതും. അതുപോലെ സ്ത്രീകൾക്കുള്ള ധനസഹായം നൽകാമെന്ന് പറഞ്ഞു പറ്റിച്ച് അത് പ്രാവർത്തികമാക്കാതെ പോയ ആം ആദ്മിയുടെ മുൻപിൽ വെച്ച് തന്നെ സ്ത്രീകൾക്കുള്ള ധനസഹായം നൽകുന്ന പദ്ധതിക്ക് ഇപ്പോൾ പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ് കേന്ദ്രം. അങ്ങനെ തുടങ്ങി വമ്പൻ പ്രഖ്യാപനങ്ങളാണ് രേഖ ഗുപ്ത ഡൽഹിക്ക് വേണ്ടി നടത്തിയിരിക്കുന്നതും. ബി.ജെ.പി. അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബഡ്ജറ്റ് അവതരണമാണിത്. 27 വർഷത്തിനു ശേഷം ഡൽഹിയിൽ ബി.ജെ.പി. സർക്കാർ രൂപീകരിച്ചതും മുൻ വർഷത്തേക്കാൾ 31.5% വർധനവാണ് വിലയിരുത്തിയിരിക്കുന്നതും. 1 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഇതിനെ ചരിത്രപരമായ ബഡ്ജറ്റ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതേസമയം 2023-2024 സാമ്പത്തിക വർഷത്തിൽ ഡൽഹിയുടെ ബഡ്ജറ്റ് 78,800 കോടി രൂപയായിരുന്നുവെങ്കിൽ 2024-25 വരുമ്പോൾ ആ സാമ്പത്തിക വർഷത്തിൽ അത് 76,000 കോടി രൂപയായി കുറഞ്ഞിരിക്കുകയാണ്. കൂടാതെ ഇപ്പോൾ ബി.ജെ.പി. ഭരണത്തിലേറി ആദ്യമായി വരുന്ന സാമ്പത്തിക വർഷത്തേക്ക് 1 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് ലഭിച്ചു. കൂടാതെ തന്നെ നികുതി ഇനത്തിൽ സർക്കാരിന് 68,700 കോടി രൂപ ലഭിക്കും. ഇതിൽ 750 കോടി രൂപ അധിക നികുതി വരുമാനത്തിൽ നിന്നും 15,000 കോടി രൂപ ഹ്രസ്വകാല വായ്പയിൽ നിന്നും 1,000 കോടി രൂപ റോഡ് ഫണ്ടിൽ നിന്നും ലഭിക്കും. ഇതിനു പുറമെ തന്നെ 7,341 കോടി രൂപ കേന്ദ്ര സർക്കാരിന്റെ സഹായമായി സ്വീകരിക്കും. അതേസമയം സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്ന ബഡ്ജറ്റാണിപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നതും. സ്ത്രീകൾക്ക് പ്രതിമാസം 2,500 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിക്ക് ഡൽഹി സർക്കാർ അംഗീകാരം നൽകി. മഹിളാ സമ്മാൻ യോജന ഈ പദ്ധതി പ്രകാരം അർഹരായ ഡൽഹിയിലെ സ്ത്രീകൾക്ക് പ്രതിമാസം 2,500 രൂപ ധനസഹായം നൽകും. ഇതിനായി സർക്കാർ 5,100 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. 100 കോടി രൂപ ബഡ്ജറ്റിൽ 100 ചേരി കോളനികൾ അടൽ ക്യാൻറ്റീനുകൾ സ്ഥാപിക്കുന്നതിലൂടെ തന്നെ ആവശ്യക്കാർക്ക് വില കുറഞ്ഞതിനും പോഷക സമൃദ്ധവുമായ ഭക്ഷണം ലഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുപോലെ അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ചുകൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം ലഭ്യമാക്കുന്ന 100 അടൽ ക്യാൻറ്റീനുകൾ തുറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇതൊരു സാധാരണ ബഡ്ജറ്റ് അല്ല എന്നും കഴിഞ്ഞ 10 വർഷമായി തകർന്ന ഡൽഹിയെ വികസിപ്പിക്കുന്നതിനുള്ള ആദ്യ പടിയായാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നും രേഖ ഗുപ്ത വ്യക്തമാക്കി. കഴിഞ്ഞ ദശകത്തിൽ വികസനത്തിന്റെ എല്ലാ മേഖലകളും ഡൽഹി പിന്നോട്ട് പോയിരുന്നു. മുൻ സർക്കാർ ചിതലുപോലെ ദേശീയ തലസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യത്തെ നശിപ്പിക്കുന്നുവെന്നും അവർ വ്യക്തമാക്കുകയായിരുന്നു. അതുപോലെ മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ എല്ലാ വീട്ടിലും ശുദ്ധജലം ഉറപ്പാക്കും, അഴുക്കുചാൽ സംവിധാനത്തിന്റെ അതെല്ലാം നവീകരിക്കും. അതുപോലെ ജലവിതരണ ശുചിത്വ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി 900 കോടി രൂപ ആണ് ബഡ്ജറ്റിൽ അനുവദിച്ചിരിക്കുന്നത്. ഇതോടുകൂടെ പുതിയ ജല പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കപ്പെടുമെന്നും അഴുക്കുചാലുകൾ വികസിപ്പിക്കപ്പെടുമെന്നും വ്യക്തമാക്കുകയാണ്. എല്ലാ പൗരന്മാർക്കും ശുദ്ധമായ കുടിവെള്ള സൗകര്യം ലഭ്യമാക്കുമെന്നും ബഡ്ജറ്റിൽ സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഡൽഹിയിലെ റോഡുകൾ മെച്ചപ്പെടുത്തുന്നതിനും വികസനം ത്വരിതപ്പെടുത്തുന്നതിനുമായി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി ബഡ്ജറ്റിൽ 28,000 കോടി രൂപയാണ് വകവരുത്തിയിരിക്കുന്നത്. ഈ തുക ഡൽഹിയിലെ റോഡുകൾ, പാലങ്ങൾ, അതുപോലെ ഡ്രെയിനേജ്, ഗതാഗതം, മറ്റു പൊതു സേവനങ്ങൾ എന്നിവയിൽ സമഗ്രമായ പുരോഗതിക്ക് കാരണമാകുന്നുവെന്നും അവർ വ്യക്തമാക്കി. ഡൽഹിയെ സ്മാർട്ട് ആധുനിക നഗരമാക്കി മാറ്റുന്നതിനുള്ള ശക്തമായ ചുവടുവെപ്പ് കൂടിയാണ് ഈ ബഡ്ജറ്റ് എന്നതാണ് മറ്റൊരു സവിശേഷകരമായ കാര്യമെന്ന് പറയുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.